ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ക്രിസ്പി ദോശൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ 1.5 കപ്പ് സോണ മസൂരി പറഞ്ഞ അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 കപ്പിൻ്റെ 3 ഇത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുവരപ്പരിപ്പ് അതും 1 ടേബിൾ സ്പൂൺ. കടലപ്പരിപ്പും തുവരപ്പരിപ്പുമാണ് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊഴിച്ച് നന്നായി കഴുകിയ ശേഷം അത് മുങ്ങി നിൽക്കുന്നിടത്തോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. നന്നായിട്ട് ഇളക്കി ഇതാക്കി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഒരു 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വെള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് അത് ഇതേപോലെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം ഒരു 4 മണിക്കൂർ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കണ 1 മണിക്കൂർ മുന്നെയാണ് നമ്മളിത് സോക്ക് ചെയ്യേണ്ടത്. അവിൽ പിന്നെ വേഗം കുതിരുമല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്നാകുന്ന സമയത്ത് നമ്മളത് കുതിർക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ കുതിർന്ന് വന്നിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നാണ് ഫസ്റ്റ് ഞാൻ അരച്ചെടുക്കണത്. നല്ല മിക്സിൻ്റെ ജാറിൽ കുറച്ചെല്ലാം ഉഴുന്നെടുത്തിട്ടുള്ളൂ. അത് ഫുള്ളിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഒരു കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് ഉഴുന്നിനേക്കാളും സ്വല്പം മുകളിലായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ അരയ്ക്കുന്നത് അരിയാണ്, കുതിർത്ത് വെച്ച അരി. 2 ബാച്ചായിട്ടാണ് എടുക്കുന്നത്. ഉഴുന്ന് ഫുള്ളായിട്ട് അരച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ അവിലാണ് ഇട്ടത്. അവിൽ ഞാൻ 1 മണിക്കൂർ മുന്നെയാണ് നമ്മൾ സോക്ക് ചെയ്തത്. അതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സോണ മസൂരി അരിയില്ലേ, അത് കുതിർത്തതും പിന്നെ നമ്മുടെ കടലപ്പരിപ്പും തുവരപ്പരിപ്പും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1.5 കപ്പ് അരി ആയതുകൊണ്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കണതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് ഞാൻ അരയ്ക്കണത്. അതും ഇതേപോലെ തന്നെ വെള്ളം അരിക്കും കൂടി ഇത്തിരി മേളിലായിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉഴുന്നും അരിയും അവിലും നമ്മുടെ കടലപ്പരിപ്പും തുവരപ്പരിപ്പും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് അരയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ഓവർ നൈറ്റ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്. എടുത്ത് വയ്ക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുഫിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ടിട്ട് ദോശ തവ വെച്ചിട്ടുണ്ട്. തവയിൽ നമ്മൾ നല്ല ക്രിസ്പി ദോശ ആണ് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായി വന്ന ശേഷം ഒരു തവി മാവെടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കിതിൽ ഓയിലോ നെയ്യോ ബട്ടർ അങ്ങനെ എന്താണ് നമ്മുടെ ഇഷ്ടം അത് ഇതാക്കുക. മറിച്ചിട്ടിട്ട് എടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മസാല ദോശ റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.